നമസ്കാരം. എൻ്റെ പേര് പ്രതാപൻ. സ്വദേശം കൊല്ലം ജില്ലയിലെ വാളത്തുങ്കലാണ്. ഞാൻ LIC ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് 2006 എനിക്കൊരു അപകടം പറ്റുന്നത്. അപ്പം LICയിൽ വർക്ക് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്താണ് വൈകുന്നേരം 5:30 മണി സമയത്തൊരു ഐക്കോൺ കാർ വന്ന് ബൈക്കിൽ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അതേ തുടർന്ന് വന്ന് വീണു. അപ്പോൾ ആ കാറിലുണ്ടായിരുന്ന ആൾക്കാർ മദ്യപിച്ചാണ് എത്തിയത്. അപ്പം അവരുടെ ഒരു അശ്രദ്ധ മൂലം ഉണ്ടായതാണ് ഈ അപകടം. അപ്പോൾ അന്ന് വീണ ശേഷം സ്പൈനൽ കോഡിന് സാരമായിട്ടുള്ള പരിക്ക് പറ്റി. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ കൂടിയവരെല്ലാം കൂടെ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു. പക്ഷേ കൊണ്ടുപോയത് ഒരു ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ മടക്കിയെടുത്താണ് കൊണ്ടുപോയത്. അപ്പോൾ കൊട്ടിയത്ത് ഹോളി ക്രോസ് ഹോസ്പിറ്റലായിരുന്നു ആദ്യം എത്തിച്ചത്. അപ്പോൾ അവിടുന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോ വേറെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ അവർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെ എത്തിച്ചു. പെട്ടെന്ന് തന്നെ അവർ വേണ്ട ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു. പക്ഷേ പിന്നീടാണ് അറിഞ്ഞത് നമുക്ക് സ്പൈനൽ കോഡ് ഇഞ്ചുറിയാണ്. അപ്പോൾ കൈക്ക് വലത്തെ കൈ പൊട്ടലുണ്ടായിരുന്നു, സ്പൈനൽ കോഡിന് കാലുകൾ, അങ്ങനെ കൈകളൊക്കെ പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിന്നീടൊരു സർജറി കഴിഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഡോക്ടേഴ്സ് പറഞ്ഞ് സ്പൈനൽ കോഡിന് സാരമായിട്ടുള്ള ക്ഷതം പറ്റിയിട്ടുണ്ട്. സ്പൈനൽ കോഡ് മുറിഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിരുന്നു. നീണ്ട ഒരു 10 വർഷത്തോളം വീട്ടിൽ തന്നെ കിടപ്പായിരുന്നു. പിന്നീട് അതുവരെയും ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് കാര്യങ്ങൾ മുമ്പോട്ട് പോയി. പിന്നീട് കുറേശ്ശെ ബെറ്ററായി വന്ന് പിന്നെ വീൽ ചെയറിലായി. അതുകൊണ്ട് ഈ ലഹരി വസ്തുക്കൾ, മദ്യം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ശേഷം വണ്ടി ഓടിക്കാതിരിക്കുക. പിന്നെ അതേപോലെ തന്നെ എന്നെ ഈ വണ്ടിയിൽ നിന്ന് വീണതിന് ശേഷം പലർക്കും അറിയാത്തൊരു കാര്യമാണ് എങ്ങനെ ഒരു ആളെ ആക്സിഡൻറ്റ് സ്പോട്ടിൽ നിന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ അന്ന് തന്നെ എന്നെ ഒരു ഓട്ടോറിക്ഷയിലാണ് അവിടെ കൂടിയുന്നവരെല്ലാം കൂടെ പൊക്കി ഒടിച്ചു മടക്കിയാണ് എടുത്ത് വെച്ചത്. പക്ഷെ അതിൽ പലർക്കും അത് എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. അപകടത്തിൽപ്പെട്ട് കിടക്കുന്നവരെങ്ങനെ നമ്മളൊരു സ്ട്രെച്ചറിലോ അല്ലെങ്കിൽ ഒരു ആംബുലൻസ് വിളിച്ച് ഒരു സ്ട്രെച്ചർ നീത്ത് കിടത്തി മാത്രമേ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കാവൂ. അപ്പോൾ അത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. കാരണം പുറമേ നമുക്ക് പരിക്കുകളൊന്നും കാണത്തില്ല, പക്ഷേ ഉള്ളിൽ നമുക്ക് സാരമായിട്ടുള്ള പരിക്കുകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ സ്പൈനൽ കോഡ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഇത് തരണം ചെയ്ത് ഇപ്പോൾ 20 വർഷത്തോളമായി ആക്സിഡൻറ്റ് പറ്റിയിട്ട്. നമ്മുടെ നിത്യമായിട്ടുള്ള കാര്യങ്ങൾ പോലും മുടങ്ങിപ്പോകുന്ന അവസ്ഥയാണ്. നമുക്ക് സ്വന്തമായിട്ട് ബാത്റൂമിൽ പോകാനുള്ള സെൻസേഷനോ യൂറിൻ സംബന്ധമായിട്ട് കാര്യങ്ങളൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ അതെല്ലാം ഓരോ നമ്മൾ ഇത്രയും വർഷം, എനിക്ക് 20 വർഷമായി, ഓരോ വർഷവും നമ്മൾ ഇങ്ങനെ പതുക്കെ അത് അതിജീവിച്ച് കൊണ്ടുവരികയാണ്. ഇപ്പോഴൊരു നോർമലൊരു രീതിയിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയൊരാൾക്കും ഇങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കുക. അപ്പോൾ അതുകൊണ്ട് വാഹനങ്ങൾ ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് ഓടിക്കുക, മദ്യപിച്ച് വാഹനം ഓടിക്കാതിരിക്കുക. മറ്റുള്ളവരുടെ ജീവനും വളരെ വിലപ്പെട്ടതാണ്.